ഹലോ മുത്തുണികളെ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമെന്നല്ല പറയേണ്ടത്. ശരിക്ക് പറഞ്ഞാൽ ഇവനാണടാ ആൺകുട്ടി എന്ന് തോന്നുന്ന തരത്തിൽ അമ്മാതിരി അമ്മാതിരി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് സത്യം പറയാല്ല, ഞാനിങ്ങനെ കുറേ നേരം ഇരുന്ന് ചിരിച്ച്, അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ഇരുന്ന് ചിന്തിച്ച്. അപ്പോൾ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. കുറ്റിപ്പുറത്ത് നിന്നും ട്രെയിൻ കയറിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ട്. അങ്ങനെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ രാവിലെ 4:30. ഒരു ദിവസത്തെ ഉറക്കം വന്ന് മൂഞ്ചി പോയിട്ടുണ്ട്. തിരിച്ചു പോകുന്ന അവസ്ഥയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാവും. ഉറക്കമില്ലാത്ത രാത്രികൾ. കുഴപ്പമില്ല, ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ആക്കി എടുത്തോളൂ കേട്ടോ. സംഭവം പണി നോക്കിയതാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, കാറ്റ് വെച്ചാൽ പോയത്. ഇവിടെ മാത്രമേ ഉള്ളൂ. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ ബസ് തൃപ്പൂണിത്തുറ പോലീസിന്റെ അടുത്ത് വരുന്ന വഴി. അപ്പം ബസ്സിലാണ് പോകുന്നത്. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു വലിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അതിമനോഹരമായ പാർക്ക്. അതാണ് പോലീസ് സ്റ്റേഷൻ. ഒരു വലിയൊരു കുളത്തിന്റെ കരയിൽ അങ്ങനെ കളിക്കാൻ കുട്ടികൾക്കുള്ളൊരു പാർക്ക്. ഇവിടെ വയോധികരായ ആളുകൾ എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് ആ സമയത്ത് കണ്ടിട്ടില്ല. പിന്നാണ് കാണാൻ അവസരം കിട്ടിയത്. അതുകൊണ്ട് കാണുന്നുള്ളതാണ്. 10 മണിക്കാണ് ആചാരം പറഞ്ഞിട്ടുള്ളത്. 10 മണി ആയിട്ടില്ല, 9 മണി 9 കാലൊക്കെ ആയിട്ടുള്ളൂ. കുറച്ച് ശുദ്ധമായി ശ്വസിച്ചിട്ട് കയറാൻ വിചാരിച്ചു. അപ്പോൾ കട്ടക്കൂടെ നിൽക്കണം കേട്ടാ. ഇവിടെ ഈ ദുനിയാവിൽ നിനക്കെന്തു ബന്ധം? അതെ, ഈ ദുനിയാവിൽ എന്ത് ബന്ധം അല്ലേ? കുറച്ച് കാലം ജീവിച്ച് അതിന് നച്ചു പോകും. ആവുന്നിടത്തോളം കാലം നല്ലത് പറയാം, നല്ലത് ചെയ്യാം. ഏത് നല്ല ആളെ മോട്ടിവേഷൻ തരുന്നത് നമ്മൾ വിചാരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ആണ്. അത് അനുഭവിച്ച ആളുകൾ അറിയുന്നത്. ദിവസം തുറക്കാൻ പോയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നീ കേസും കാര്യങ്ങളും കോടതിയിലാണ് ബാക്കി എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതായിട്ടുള്ളത്. നീതി കിട്ടും. ഒപ്പം ആ നീതിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. കൂടുതലായിട്ട് അതിന്റെ ഡീറ്റെയിൽ പറയുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽ പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പറയുന്നില്ല എന്ന് ഇപ്പൊ പറയുന്നത്. പിന്നെ സാജൻസ് കറിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഫീന ബീവി ഞാൻ തമ്മിൽ എന്താണ് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ പറയുന്നത്. സാജൻസ് കറിയ ഒന്നും കാര്യങ്ങൾ അറിയാതെ ഉടനെ പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കേസുണ്ട്? ഒരുപാട് കേസുകളില്ലേ? അപ്പോൾ പറയാൻ പറ്റിയ ആളെ പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം. നമ്മൾ വിടുകയാണ്. കോട്ടയം അപ്പോ ചങ്ങനാശ്ശേരിയോട് താൽക്കാലികമായിട്ട് ഇവിടെ പറയാൻ പോവാണ്. മോളൂടെ കയറി ഇനി താഴത്തോട്ട് ഇറങ്ങണം. എന്താ ചെയ്യാ, ഏറ്റവും ഇറക്കവും വേണം ലൈഫിലല്ലേ. ഈ ചിന്തിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയ കുറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ, എന്താണിത്? അപ്പം അങ്ങനെ ചിന്തിച്ച് ഞാൻ പറയണ ഒരു കാര്യമാണ്. അതായത് നമ്മളെ സന്ദീപ് എടപ്പാളിൻ്റെ ഇന്നലത്തെ, അതായത് സന്ദീപ് എടപ്പാൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്ത്, അത് പൊന്നു സന്ദീപ്, ഒന്നും പറയാനില്ല. നീ ആദ്യമായിട്ട് ചെയ്ത വ്ളോഗാണ് എന്നുള്ളത് പറയില്ല. അത്ര ഈ അടിച്ചണ്ണാക്ക്, അത് നല്ല പദമല്ല, നല്ല പദപ്രയോഗമല്ല. ഈ അടിച്ചണ്ണാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നല്ല പദപ്രയോഗമല്ല. പക്ഷേ ഇവിടെ ശരിക്കും ആ ഒരു പ്രയോഗമേ നടക്കൂ, ആ ഒരു പദമേ പ്രയോഗിക്കാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞതുപോലെ, നിങ്ങളെല്ലാവരും കണ്ടതുപോലെ സന്ദീപ് എടപ്പാളിനെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്ത്, സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ വിളിച്ച് ചോദിച്ച് എന്താണ് വിഷയമെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയും. പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ അവരെന്തെങ്കിലും ഒരു വൈമനസ്യം കാണിച്ചാൽ മാത്രമാണ് വീട്ടിൽ വന്ന് പൊക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇതിൽ 2-3 തരത്തിൽ ഈ അറസ്റ്റൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ മനഃപൂർവ്വം നമ്മളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യിക്കുക, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം. അതായത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ 14 ദിവസം റിമാൻഡ് ചെയ്യും. 14 ദിവസം റിമാൻഡ് ചെയ്യും. അവിടുന്ന് പിന്നെ ജാമ്യം എടുത്ത് പിന്നെ കോടതി വഴി ഈ കേസ് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്റ്റേഷൻ വഴി തന്നെ അതിൽ പിന്നെ ചാർത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം അത്ര വലിയ തെറ്റൊന്നും അല്ല പുള്ളി ചെയ്തിട്ടുള്ളത് എങ്കിൽ, വലിയ തെറ്റൊന്നല്ല, ഇങ്ങനെ ജാമ്യത്തിൽ വിട്ടാലും വലിയ വിഷയങ്ങളൊന്നും സമൂഹത്തിൽ ഉണ്ടാവൂല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കൊടുക്കും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട്. പക്ഷേ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ നമ്മളെ സന്ദീപ് എടപ്പാളിനെ
അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവസാനം സ്റ്റേഷനിൽ നിന്ന് എന്നെ ജാമ്യം കൊടുത്തു. അതായത് ഇവർ രാവിലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇവരവിടെ എത്തിയപ്പോൾ 7 മണിക്കൂർ എങ്ങാണ്ട് യാത്ര ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ വൈകുന്നേരമായി, സന്ധ്യ ആയതുകൊണ്ട് തന്നെ പിന്നെ ജാമ്യം കിട്ടാതായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ജാമ്യത്തിൽ ഇദ്ദേഹത്തിനെ വിട്ടു. അങ്ങനെ ഇന്നലെ വീണ്ടും അവർക്ക് സ്റ്റേഷനിൽ പോവേണ്ടി വന്നു. അതിൻ്റെ എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇയാൾക്ക് പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ അവിടെ മുട്ട് വിറയ്ക്കാത്ത അല്ലെങ്കിൽ നട്ടലുള്ള ആൺകുട്ടി എന്നൊക്കെ പറയുന്ന പോലെ പുള്ളിക്കാരൻ ഒരു വ്ളോഗും ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോയി മൊഴിയൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഒരു ഹോട്ടലിൽ വന്നിരുന്ന് ഭക്ഷണവും കഴിച്ച് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് താൽക്കാലികമായി വിട പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുള്ളിക്കാരൻ നാട്ടിലേക്ക് എത്തിയതായിട്ടാണ് ആ ഒരു വ്ളോഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യാം, മാന്യമായി ആർക്ക് വേണമെങ്കിലും ആര് വേണമെങ്കിലും റിയാക്ട് ചെയ്യാം. മാന്യതയില്ലാതെയും സഭ്യതയില്ലാതെയും ഒക്കെ റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു പബ്ലിക് ഫിഗർ ആകുന്ന സമയത്ത് പല തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ഇന്ന് വരെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് വരെയും സത്യം പറഞ്ഞവൻ്റെ നേരെ അയ്യോ നിങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞും കൊണ്ട് എന്താണ് ഈ നാൽപ്പാമരവും മെഞ്ചാമരവും ഒക്കെ വീശി ആനയിച്ച് കൊണ്ടുവന്ന് ഇരുത്തി ഊട്ടുന്ന ഒരാളിനെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുമോ? നമ്മുടെ പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്. സത്യത്തിന് വേണ്ടിയിട്ട് നിലയുറപ്പിച്ചതിൻ്റെ പേരിൽ ഹിംസിക്കരുത് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച മഹാത്മാഗാന്ധി വരെ എത്രയോ തവണ ജയിലിൽ കിടന്ന ചരിത്രമുള്ള ഇന്ത്യ, ചരിത്രമുറങ്ങുന്ന ഇന്ത്യ, നമ്മുടെ നേതാക്കന്മാരൊക്കെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എന്താണ് അവർ ചെയ്ത തെറ്റ്? തിന്മയ്ക്കെതിരെ പ്രതികരിച്ചു എന്നതിൻ്റെ പേര്, തിന്മയ്ക്കെതിരെ പ്രതികരിച്ചു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ ആക്രമണം നേരിടുമ്പോൾ അത് തൻ്റെ ഇടത്തോടുകൂടി ഏറ്റെടുക്കുക. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഭീഷണികളാണ് ഈ ഒരു മീഡിയ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് റിയാക്ഷൻ ഏരിയയാണ്. ഈ റിയാക്ഷൻ ഏരിയയിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അവിടെ തല കുനിക്കാതെ മുട്ട് വിറയ്ക്കാതെ നാട്ടിൽ നിവർത്തി നിന്ന് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയണമെങ്കിൽ അയാൾ എത്രത്തോളം വലിയവനായിരിക്കും അല്ലെങ്കിൽ അയാൾ എത്രത്തോളം തൻ്റെ ഇടമുള്ളവനായിരിക്കും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. സാധാരണഗതിയിൽ ഇപ്പം യൂട്യൂബിൽ അങ്ങും ഇങ്ങും ഒക്കെ പടവെട്ടുന്ന കുറേ അധികം ആൾക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സനു റിയാക്ഷൻ എന്ന് പറയുന്നത് അമ്മതിരി ഞാൻ വിചാരിച്ച ചാൻസ് റാണിയാണെന്നാണ്. ഒരു റാണിയും അല്ലെന്ന് മാത്രമല്ല, ചാൻസ് റാണി ഒരു റാണിയും അല്ല എന്ന് മാത്രമല്ല, ഫിജോയുടെ മോളുടെ കാര്യത്തിൽ ഒരു കേസ് കൊണ്ടുവന്ന് പിന്നെ കോടതിയിൽ കൊടുത്തപ്പം അവിടെ ചെന്ന് സാഷ്ടാംഗം വീണ് സർവാപരാധവും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഫിജോയുടെ കാൽക്കൽ വീണ ഒരു സനു റിയാക്ഷനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നെ തനൂജ എന്ന് പറയുന്ന പുള്ളിക്കാരി, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു പോയി. തനൂജ എന്ന് പറയുന്ന പുള്ളിക്കാരി അവളുടെ മകൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ തൻ്റെ ആരോഗ്യമില്ലാത്ത ശരീരം കൊണ്ട് തനിക്ക് ജോലികൾ ചെയ്യാൻ സാധിക്കുന്നില്ല ജനങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ അവളെ സ്നേഹിക്കുന്ന കുറേ അധികം ആളുകൾ അവൾക്ക് സാമ്പത്തിക സഹായം കൊടുത്തു എന്ന് പറഞ്ഞ് ഘോരം പ്രസംഗിച്ച സനു റിയാക്ഷൻ എന്ന് പറഞ്ഞ് ഘോരം പ്രസംഗിക്കുകയും ആ കുട്ടിയെ അടക്കം എന്തെല്ലാം വൃത്തികേടുകൾ പറയുകയും ചെയ്ത സനു റിയാക്ഷൻ്റെ പേരിൽ ഇന്നലെ ഇൻവിസിബിൾ ആർമി ഒരു പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ. എന്നിട്ട് അത് വന്ന് സനു നന്നായിട്ട് വെളുപ്പിച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ ആ വെളുപ്പിക്കൽ എന്നെപ്പോലൊരു ആള് അംഗീകരിക്കൂല സനോ. അത് അംഗീകരിക്കൂല. അതുപോലെ തന്നെ എന്തോ ഭയങ്കര കാര്യം ചെയ്തതുപോലെ കിടന്ന് അർമാദിക്കുന്ന ഇൻവിസിബിൾ ആർമി
ഇൻവിസിബിൾ ആർമി എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ പറയുന്ന ഇൻവിസിബിൾ ആർമി എന്തുകൊണ്ട് സനുവിന്റെ വീട്ടിലേക്ക് പോയില്ല? മുംതാസ് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്ക് പോയില്ല? സമീറ എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്ക് പോയില്ല? പക്ഷെ ഇനി വേറൊരു വിഷയം എന്തെന്നറിയാമോ? ഇനി ഇവർ അടുത്ത വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അത് സമീറയുടെ വീട്ടിലായിരിക്കും. കാരണം സമീറയാണ് ഭർത്താവുമൊത്ത് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഇനി ഒരു വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സമീറയുടെ വീട്ടിലായിരിക്കും. എന്തുകൊണ്ട് ഇവർ അവരുടെ ഒന്നും വീട്ടിൽ പോകാതെ രമ്യയെ ചൂസ് ചെയ്തു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ സത്യത്തിൽ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളിനെ തകർക്കാൻ അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് ഇല്ലാതാക്കാൻ വളരെ എളുപ്പം സാധിക്കും. അതായത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷണലി കണക്ഷൻ ഉള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ ഈ രമ്യ എന്ന് പറയുന്ന അവരവരുടെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നു, അവരുടെ മകളെ സ്നേഹിക്കുന്നു, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നു. ഇതേ പറയുന്ന രമ്യേനെ ഇതേ സോഷ്യൽ മീഡിയയിലിട്ട് മറ്റൊരു പുരുഷനെ, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവുമായി ചേർത്ത് അവിഹിത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇത്തരം ആൾക്കാർ അവരുടെ മകളെ. അപ്പൊ ഇവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് പിന്നെ ഈ രമ്യ എന്ന് പറയുന്ന പുള്ളിക്കാരി അവരുടെ മക്കളെയും പറഞ്ഞു, അവരുടെ മക്കളെ പറഞ്ഞതിനുള്ള തിരിച്ചടി ഇവരും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടികൾ കൊടുത്തതിന് ശേഷം അവർ ജീവിക്കുന്ന നാട്ടിൽ പോയി ഇത്തരം ചെറ്റത്തരം കാണിച്ചത് മഹാഅപരാധമാണ്. അത് ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ അടിച്ചു, നിങ്ങൾ തിരിച്ചടിച്ചു, അവിടെ നിന്ന് അടി കിട്ടി, നിങ്ങൾ തിരിച്ചടിച്ച് അവിടെ നിന്നും നിങ്ങൾക്ക് തൃപ്തിയാവാതെ ഈ പറയില്ല അരിയും തിന്ന ആശാരിച്ചിയെയും കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറുമുറു എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ കേസ് വന്നാൽ പോലും ആ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളോട് ചെന്ന് സന്ധി സംഭാഷണം ചെയ്യുന്ന ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഝാൻസി റാണിയാണ്, ഞാൻ തിരുവിതാംകൂർ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഘോരം പ്രസംഗിക്കുന്ന ഒരാളിൻ്റെ പേരിൽ ഒരു കേസോ വഴക്കോ വരുന്ന സമയത്ത് അടിയിൽ കൂടി ഇന്റർലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ അടിയിൽ കൂടി പോയി ഇവറ്റകളുടെ കാല് പിടിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിക്കൊണ്ട് അതുപോലെ ഈ ആർമിയുടെ കാര്യം പറഞ്ഞപ്പം, ഇൻവിസിബിൾ ആർമിയുടെ കാര്യം പറഞ്ഞപ്പം നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിച്ചില്ല. അതായത് ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എതിർത്തുകൊണ്ടിരുന്ന സനുവിനെയും സനുവിന്റെ ഭർത്താവിനെയും നിങ്ങൾ കൂട്ടുപിടിച്ചു. എന്തിനു വേണ്ടിയിട്ട്? രമ്യയെ തകർക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ ആള് കളിക്കണമായിരുന്നു. അതിന് നിങ്ങൾ ഏറ്റവും ദുർബലയായ ഒരു ആളിനെ നിങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് ആള് കളിക്കണമായിരുന്നു. ആ ആള് കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സനുവിനെ ഇതിനേക്കാളും നിങ്ങൾ തീട്ടം വാരി തിന്നെ. ഇത്രയും നാണം കെട്ടൊരു കാര്യം നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ അങ്ങോട്ട് എഴുതി തള്ളയാണ്. അതിന് തെളിവ് വെക്കും. എന്ത് തെളിവ് നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്? നാണം കെട്ടവരെ ഇതിലും വലിയൊരു നാണക്കേട് നിനക്കൊക്കെ ഉണ്ടോ? അപ്പൊ അതവിടെ നിൽക്കട്ടെ. ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്. ആളുകളുടെ മുന്നിൽ താൻ എന്തോ വലിയ കാര്യമാണ്, അല്ലെങ്കിൽ തങ്ങൾ എന്തോ വലിയ കാര്യം, ഒരു മണ്ണാങ്കട്ടിയുമല്ല. ശത്രുവിന്റെ ശത്രുമിത്രം അത് തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. നിങ്ങൾ ഇന്ന് ഒരാളിന്റെ കൂടെ ഒരാളിനെ കാണുമെങ്കിൽ നാളെ അതേ വ്യക്തികളെ വിട്ട് ഇവരുടെ ശത്രുക്കളായവരുടെ കൂടെ നിൽക്കുന്ന ചില തേണ്ടികളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെന്ത് നിലപാട്? സ്വന്തം കാര്യം സ്വയം സംസാരിക്കാൻ അറിയാതെ, സ്വന്തം നിലപാടുകൾ സ്വയം സംസാരിക്കാൻ അറിയാതെ കണ്ട എച്ചിൽ തീനികൾക്ക് എച്ചിലിട്ട് കൊടുത്തുകൊണ്ട് നിന്റെയൊക്കെ കാര്യം സംസാരിപ്പിക്കുന്ന നിനക്കൊക്കെ എന്ത് നിലപാടാണ്? നീയൊക്കെ അപ്പൊ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിക്കൊണ്ട് ഈ സന്ദീപ് എടപ്പാളിന്റെ ഇന്നലത്തെ വ്ലോഗ് ചങ്ങായി പൊളിച്ച് അടുക്കി തകർത്ത് തിമിർത്ത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇനി അതിൽ ആ പുള്ളിക്കാരൻ മറ്റൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടോ എന്തിനോ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ പോയി ആ പുള്ളിക്കാരനെ കുത്തിക്കിടന്ന് ഷെഫീന താത്ത അവിടെ കുത്തിക്കിടന്ന് ഈ സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന പുള്ളിക്കാരന് എത്രയോ സുഹൃത്തുക്കളുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നവനാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. അവൻ നമ്മുടെ സുഹൃത്തായത് കൊണ്ട് അവൻ ചെയ്യുന്ന തെറ്റുകളെ എല്ലാം അങ്ങോട്ട്
പിന്നെ എന്താണ് സമ്മതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുക എന്നൊരു നിലപാടൊന്നുമില്ല. ഇവിടെ സന്ദീപിന്റെ സുഹൃത്തല്ലാതിരുന്ന, സന്ദീപുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് സന്ദീപിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിന്റെ വാതിൽക്കൽ ചെന്ന് കാവൽ കടന്നത്. ആ സ്ത്രീയെ ചേർത്ത്, തൻ്റെ അമ്മയുടെ പ്രായം വരുന്ന ഒരു സ്ത്രീയെ ചേർത്ത് അയാള് അപമാനിക്കുന്നു സോഷ്യൽ മീഡിയയിൽ എന്നൊരു കാര്യം അയാൾ പറയുന്നുണ്ട്. ചങ്ങായി, ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇവിടെ ബന്ധങ്ങൾക്ക് വിലയില്ല, സൗഹൃദങ്ങൾക്ക് വിലയില്ല, ജീവിതങ്ങൾക്ക് വിലയില്ല. ജീവിതങ്ങൾക്ക് വിലയില്ലാത്ത സമൂഹമായി നമ്മുടെ സമൂഹം മാറുകയാണ്. അതിൽ ആ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരിപ്പോൾ എന്നെ വന്ന് സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ അംഗീകരിക്കുകയൊന്നുമില്ല. ഇവരുടെ എല്ലാ നിലപാടുകളും ഞാൻ അംഗീകരിക്കുന്ന ഒരാളല്ല. തൻ്റെ ഇടത്തോടു കൂടി അയാളുടെ നിലപാട് അവിടെ വ്യക്തമാക്കി. അത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഇപ്പം ഈ പറയുന്ന ഷെഫീന താത്ത എൻ്റെ സുഹൃത്താണ്. എൻ്റെ സുഹൃത്തായതുകൊണ്ട് അവർ നാളെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ വലിച്ചെറിഞ്ഞ് ദൂരെ ഒന്നും കളയില്ല. അല്ലെങ്കിൽ നാട്ടുകാർ കല്ലെറിയുന്ന സമയത്ത് അവരുടെ കൂടെ നിന്ന് അവരെ ഞാൻ കല്ലെറിയില്ല. രഹസ്യമായി ഞാൻ പോയി നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കാട്ടയ്ക്ക് അവരുടെ കൂടെ തന്നെ നിൽക്കും. കാരണം അവരെൻ്റെ സുഹൃത്താണ്. നാട്ടുകാരുടെ കൂടെ ചെന്ന് ഒളിച്ചിരുന്ന് കല്ലെറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കൂല. അപ്പോൾ ഇവിടെ സന്ദീപിന്റെ നിലപാട് കൃത്യമായും സ്പഷ്ടമായും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ കേസ് കൊടുത്ത് എന്ന് പറയുന്ന വ്യക്തികൾ ജയിച്ചു എന്നാണ് ഇവർ കരുതുന്നത്. പക്ഷെ സത്യത്തിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? സന്ദീപിനെ കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കുക, സന്ദീപിന്റെ ലാപ്ടോപ്പ് കൊണ്ടുപോയിപ്പിക്കുക, സന്ദീപിന്റെ ഫോൺ കൊണ്ടുപോയിപ്പിക്കുക, അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത ഉണ്ടാക്കിപ്പിക്കുക. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോലീസുകാർ വിളിക്കും, ഈ ആള് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉള്ളൂ. പക്ഷേ ഇത്രയും 7 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പോയി സന്ദീപിനെ പിടിച്ചുകൊണ്ട് ഇവിടെ വരണമെങ്കിൽ കൃത്യമായ അജണ്ട അവിടെ ഉണ്ടായിരുന്നിരിക്കില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സന്ദീപിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയിപ്പിക്കണം, അല്ലെ അത് കേസാക്കി എന്ന് പറയിപ്പിക്കണം. ഈ കേസാക്കി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ സ്റ്റേഷൻ വഴി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്? വർഷങ്ങളോളം കോടതിയിൽ കയറി ഇറങ്ങി നടക്കണം, സന്ദീപിനെ ബുദ്ധിമുട്ടിപ്പിക്കുക. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുന്ന മറ്റൊരാളും കൂടി ഉണ്ട്. ഈ കേസ് കൊടുത്ത വ്യക്തി കയറി ഇറങ്ങി നടക്കാതെ ഒന്നും ഇരിക്കേണ്ടതൊന്നും ഇല്ലല്ലോ. അവരും കയറി ഇറങ്ങി നടക്കണം. അപ്പോൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കൃത്യമായി അവിടെ ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും. പാടച്ച തമ്പുരാൻ വലിയവൻ. അപ്പം അതുകൊണ്ട് അതിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇന്ന് കാണുന്ന ആളുകൾ തന്നെ അടിയിൽ കൂടി പണി വെച്ച് നിങ്ങളെ ബുദ്ധിപൂർവം ചതിക്കുകയും വഞ്ചിക്കുകയും നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള നാട്ടിലുള്ള ആണുങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങളുടെ മുന്നിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയ തെളിവായിട്ട് സന്ദീപിനെ നമുക്ക് കാണാം. കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ മുന്നോട്ടുള്ള എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നീതി, നിങ്ങളുടെ പിന്നെ ന്യായവും നീതിയും നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരായതുകൊണ്ട് തന്നെ സന്ദീപ് ഉദ്ദേശിക്കുന്നത് പോലെ സന്ദീപ് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സന്ദീപിന് നീതി കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കാര്യം, ഈ ഒരു വ്ളോഗ് എനിക്ക് പറയാതെ പോകാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഓക്കെ.